നമസ്കാരം, ഏവർക്കും മാസ്റ്റർ ജിയിലേക്ക് വീണ്ടും സ്വാഗതം. മുൻവർഷങ്ങളിൽ PSCക്ക് ചോദിച്ച 15 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, പൊസിഷൻ ഗിവൺ ഫോർ റൈൽസ് ട്യൂബ് ഇൻസേർഷൻ: സുപ്പൈൻ പൊസിഷൻ, ഹൈ ഫോളോവേഴ്സ് പൊസിഷൻ, ലാറ്ററൽ പൊസിഷൻ, ട്രെൻഡലൻബർഗ് പൊസിഷൻ. ഇത് സിമ്പിളാണ് അല്ലേ? നമ്മൾ എപ്പോഴും റൈൽസ് ട്യൂബ് ഇടുമ്പോൾ ഏത് പൊസിഷനാണ് പേഷ്യൻറ്റിന് കൊടുക്കുക? നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരുപാട് അനുഭവമുള്ളൊരു കേസാണ്. അപ്പോൾ ഏതാണ് RT ഇൻസേർഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ഹൈ ഫോളോവേഴ്സ് പൊസിഷൻ അല്ലേ? സിറ്റിംഗ് പൊസിഷനാണ് ഫോളോവേഴ്സ് പൊസിഷൻ. ഹൈ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഹൈ ഫോളോവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണയായിട്ട് റൈൽസ് ട്യൂബ് ഇടുമ്പോൾ പേഷ്യൻറ്റിനെ ഇരുത്തുന്നത്. അഥവാ ഇത്രയും ഹൈ ഫോളോവേഴ്സ് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പില്ലോ ആക്കി വെച്ച് കുറച്ചെങ്കിലും ഹെഡ് റേസ് ചെയ്യും. കാരണം എന്താണ്? ഇല്ലെങ്കിൽ അത് നമ്മൾ ഇടുമ്പോൾ നമുക്കറിയാം അത് ട്രെക്കിലോട്ട് പോയി വളരെയധികം നമുക്ക് വീണ്ടും നമ്മൾ ഇടേണ്ടി വരും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ലൈങ് പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീമോഡയാലിസിസ്? ഓസ്മോസിസ്, ഫിൽട്രേഷൻ, ഡിഫ്യൂഷൻ, നൺ. നമുക്കറിയാം ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ, മറ്റ് വേസ്റ്റ് എലമെൻറ്റ്സ്, ക്രിയാറ്റിൻ, യൂറിയ അതുപോലുള്ള എലമെൻറ്റ്സ് ഒക്കെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് ഹീമോഡയാലിസിസ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓസ്മോസിസ്, ഫിൽട്രേഷൻ, ഡിഫ്യൂഷൻ, ഇതൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന സംഭവം ഓസ്മോസിസും ഡിഫ്യൂഷൻ എപ്പോഴും അല്ലേ? ഇത് വളരെ സിമ്പിളാണ്. എന്താണ് ഓസ്മോസിസ്, എന്താണ് ഡിഫ്യൂഷൻ? ഫിൽട്രേഷൻ നമുക്കറിയാം അല്ലെ? ഫിൽട്ടർ മീഡിയ ഉപയോഗിച്ച് ഒരു സോളിഡ് ആയിട്ടുള്ള ലിക്വിഡിനോ അല്ലെങ്കിൽ ഗ്യാസിനെയോ പരസ്പരം മാറ്റുന്നതിനെയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ഓസ്മോസിസ്, എന്താണ് ഡിഫ്യൂഷൻ എന്നാണ് നമുക്കറിയണം. എന്താണ് അതിനു മുമ്പ് അറിയേണ്ടത്? രണ്ട് സംഭവങ്ങളാണ്, സോൾവെന്റും സൊല്യൂട്ടും. എന്താണ് സോൾവെന്റ്? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം എടുക്കുന്നു, അതിനകത്ത് കുറച്ച് ഉപ്പിടുന്നു അല്ലെ? ഉപ്പിടുന്നു വിചാരിക്കുക. ഈ വെള്ളമാണ് എന്ത്? സോൾവെന്റ്. ഈ ഇട്ടിരിക്കുന്ന സോൾട്ട് എന്താണ്? അതാണ് സൊല്യൂട്ട്. ഇത്രയും അറിഞ്ഞാൽ മതി. സോൾവെന്റ് എന്താണ്, സൊല്യൂട്ട് എന്താണ്. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് അതിൽ ഉപ്പിട്ടാൽ ഈ ഉപ്പ് എന്താണ് നമ്മൾ കലക്കുന്നത്? അതാണ് സൊല്യൂട്ട്. എന്തിലാണോ കലക്കുന്നതാണ് സോൾവെന്റ്. അപ്പോൾ നമ്മൾ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് മോളിക്യൂൾസ് മൂവ് ഫ്രം ഹൈ ടു ലോ കോൺസെൻട്രേഷൻ. അതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂട്ട് മോളിക്യൂൾസ്, സൊല്യൂട്ടാണ് പോകുന്നത്. സൊല്യൂട്ട് മോളിക്യൂൾസ് മൂവ് ഫ്രം ഹൈ ടു ലോ കോൺസെൻട്രേഷൻ. ഇതാണ് സൊല്യൂട്ട്. ഇതെന്ത് ചെയ്യുന്നു? ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകുന്നു അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ. സെമി പെർമിബിൾ ഒക്കെ നമ്മൾ ഇതിൽ പഠിച്ചാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് ആണ് പോകുന്നത്, അതായത് വാട്ടർ അല്ലെങ്കിൽ ഏതാണോ മീഡിയം ആ സോൾവെന്റ് പോകുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ക്രിയാറ്റിനും മറ്റ് അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെയാണ് പോകേണ്ടത്. അതൊക്കെ എന്താണ്? സൊല്യൂട്ടാണ് അല്ലേ? അപ്പോൾ ഡിഫ്യൂഷനാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഡിഫ്യൂഷൻ ഈസ് ദ കറക്റ്റ് പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ഹീമോഡയാലിസിസ്. പിന്നെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് സൊല്യൂട്ടിൻ്റെ കൂടെ വാട്ടറും കൂടെ പോകുന്ന ഒരു പ്രോസസ്സ് മെംബ്രെയിൻ അക്രോസ് സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ. സോ അതിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഹീമോഡയാലിസിസ് ഈസ് ഡിഫ്യൂഷൻ ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ, ഓസ്മോസിസ് ആൻഡ് ഫിൽട്രേഷൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും ചോദിക്കുകയാണ് ഡിഫ്യൂഷനും അൾട്രാ ഫിൽട്രേഷനും, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മാത്രമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞതാണ് ഡിഫ്യൂഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ ഫോർ ആൻറ്റബ്യൂസ് ഡ്രഗ്. ആൻറ്റബ്യൂസ് എന്താണ്? സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസിന് എതിരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിക്കുന്നത്. ആൻറ്റബ്യൂസ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം. ഏതാണ് അതിൽ പറയുന്നത്? ഈ താഴെ പറഞ്ഞതിൽ ഏതാണ്? മോർഫിൻ ആണോ, ഡയസിപാം ആണോ, മീഥൈൽ ആൽക്കഹോൾ ആണോ, ഡൈസൾഫറാം ആണോ? എന്താണ്? ഡൈസൾഫറാം ആണ് എന്ത്? ആൻറ്റബ്യൂസ് ഡ്രഗ് അല്ലേ? ബാക്കിയൊക്കെ നമുക്കറിയാം, അത് ആൻറ്റിസൈക്കോട്ടിക്സ് ഒക്കെയാണ്. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? ടോക്സിക് ആൽക്കഹോൾ ആണ്. മീഥൈൽ ആൽക്കഹോൾ കുടിച്ചാൽ കണ്ണു പോകുന്ന സാധനമാണ് മീഥൈൽ. ഈഥൈലാണ് നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ. മീഥൈൽ കണ്ണു പോകുന്ന ആൽക്കഹോളാണ്.
ഓക്കെ, നമുക്കറിയാം എത്തനോൾ കുടിച്ചു കഴിഞ്ഞ് എത്തനോളാണ് ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോളാണ് കുടിക്കുന്നത് ആളുകൾ. അപ്പോൾ ഈ എത്തനോൾ കുടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ലഹരി കിട്ടുന്നു. അപ്പോൾ ഈ ബോഡിക്കകത്ത് വെച്ച് എന്ത് ചെയ്യുന്നു, ഈ എത്തനോള് അസറ്റാൽഡിഹൈഡായിട്ട് മാറുന്നു. ഈ അസറ്റാൽഡിഹൈഡ് പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അസറ്റേറ്റായി മാറുന്നു. അത് മാറ്റുന്ന ആളാരാണ്? ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ്, അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, ഈ ആൽഡിഹൈഡിനെ അസറ്റേറ്റാക്കി മാറ്റുന്നത്. ഈ ഡൈസൾഫ്രാം പോയിട്ട് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ ഈ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിൻ്റെ കഴുത്തിന് പിടിച്ച് പറയും നീ പണിയെടുക്കരുത്. അപ്പോൾ ഇദ്ദേഹം പണിയെടുക്കില്ല. അപ്പോൾ എന്ത് പറ്റും, ബോഡിയിൽ ഈ അസറ്റാൽഡിഹൈഡ് ഈ നമ്മൾ ഡൈസൾഫ്രാം കഴിക്കുന്ന പേഷ്യൻ്റെ ബോഡിയിൽ അസറ്റാൽഡിഹൈഡ് എന്തോ അക്യുമുലേറ്റ് ചെയ്യുന്നു, അക്യുമുലേറ്റ്. അപ്പോൾ എന്ത് പറ്റുന്നു, ഇത് അസറ്റാൽഡിഹൈഡ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ അതിൻ്റെ ഒരു അൺപ്ലസൻറ്റ് ഫീലിംഗ്, എന്താണ് റെഡ്നെസ്, ചൊറിച്ചിൽ, ബാക്കിയുള്ള എല്ലാ ഫ്ലഷിങ്, അതുപോലത്തെ ഇറിറ്റേഷൻ ആയിട്ട് പേഷ്യൻറ്റിൻ്റെ ആകെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈസൾഫ്രാം ചെയ്യുന്നത്. എന്താണ്, അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമിൻ്റെ പ്രവർത്തനം തടയുന്നു. അങ്ങനെ എത്തനോൾ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാം അസറ്റാൽഡിഹൈഡായി മാറും, അസറ്റേറ്റായി മാറുന്നില്ല. ഈ അസറ്റാൽഡിഹൈഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് പേഷ്യൻ്റ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആൻറ്റബ്യൂസ് ഡ്രഗ് ഏതാണ്? നമ്മുടെ ഡൈസൾഫ്രാം ആണ് ആൻറ്റബ്യൂസ് ഡ്രഗ്. ഓക്കെ, സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം, മർഫീസ് ഐ ഈസ് റിലേറ്റഡ് ടു വാട്ട്? റയൽസ് ട്യൂബ് ആണോ, ET ട്യൂബ് ആണോ, യൂറിനറി കത്തീറ്റർ ആണോ, സക്ഷൻ കത്തീറ്റർ ആണോ? ഏതായിരിക്കും? ആൻസർ ഈസ് ET ട്യൂബ് അല്ലേ. ET ട്യൂബിൻ്റെ അറ്റത്ത് കാണുന്ന ഈ ഹോളാണ് എന്ത്, മർഫീസ് ഐ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇപ്പോൾ ഈ ഭാഗം എങ്ങാനും ഒരു മ്യൂക്കോസൽ വാളിലോ എന്തെങ്കിലും പ്ലഗായി പോയി എയർ എൻട്രി നടക്കുന്നില്ലെങ്കിൽ ഈ മർഫീസ് ഐയിലൂടെ എയർ എൻട്രി നടക്കും. ഓക്കെ, ഇതാണ് മർഫീസ് ഐ. എന്തായാലും മർഫീസ് ഐ അതിൻ്റെ ET ട്യൂബിൻ്റെ പാർട്ടാണ് മർഫീസ് ഐ. അടുത്തത്, പൾസ് ഓക്സിമെട്രി ഷോസ് സാച്ചുറേഷൻ ലെവൽ ഓഫ് 80%. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്? പൾസ് ഓക്സിമെട്രി റീഡിംഗ് കാണിക്കുന്ന എത്രയാണ്? SpO2 80% കാണിക്കുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു RBCയിലെ ഹീമോഗ്ലോബിനിൽ എത്രത്തോളം ഓക്സിജൻ സാച്ചുറേറ്റഡ് ആണ് എന്നാണ് സാച്ചുറേഷൻ ലെവൽ SpO2 നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എത്രത്തോളം ഓക്സിജൻ ഇതിൽ ലോഡഡ് ആണ് ഒരു ഹീമോഗ്ലോബിൻ എന്നാണ് ഈ സാച്ചുറേഷൻ ലെവൽ കാണിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആർട്ടിയൽ ബ്ലഡ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നന്നായിട്ട് ലങ്ങിൽ നിന്നും ഓക്സിജൻ ബ്ലഡിലോട്ട്, ആർട്ടിയൽ ബ്ലഡിലോട്ട് കടക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നതാണ് ഈ ആർട്ടീരിയൽ ബ്ലഡിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ സാച്ചുറേഷനും SpO2 പാർഷ്യൽ പ്രഷറും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് തന്നതായി മറ്റത് എങ്ങനെ കാണാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് 80%, 70%, 60%, 45%. ഏതാണ് ആൻസർ? ഓക്കെ, അപ്പോൾ ഇതെനിക്കൊരു ഡോക്ടർ പറഞ്ഞതെന്നാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണിത്. SpO2 ഇപ്പോൾ മോണിറ്ററിൽ നമ്മൾ നോർമൽ അറിയാം, നമുക്ക് 100 മുതൽ 90% വരെയൊക്കെ അല്ല 90% മുകളിൽ നോർമലായിട്ട് കാണും. 95% to 100 ആണ് നോർമൽ. അപ്പോൾ ഈ SpO2 ആദ്യത്തെ 10% കുറയുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും അത് PO2 അതിനെ ബാധിക്കുക? ഒരു ശതമാനം SpO2 കുറയുമ്പോൾ 4 mmHg എവിടെ എന്ത് കുറയും? PaO2 കുറയും. ഓക്കെ, ആദ്യത്തെ 10% കുറയുമ്പോൾ 1% 4 mmHg എന്ന തോതിൽ ഇവിടെ PaO2 കുറയും. അപ്പോൾ 90 ആകുമ്പോൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. കാരണം എത്രയും 10 കുറഞ്ഞു. 10ന് 10 കുറയുമ്പോൾ എത്ര കുറയണം? 1ന് 4, 10ന് 40 കുറയും അല്ലേ. 40 പാർഷ്യൽ mmHg കുറയും. അപ്പോൾ എത്രയും 60 ആയി. 60 mmHg. 90% ആണ് SpO2 എങ്കിൽ PaO2 എത്രയായിരിക്കും? 60 ആയിരിക്കും.
അതായത് 1-ന് 4 mmHg വെച്ച് കുറയ്ക്കണം. പിന്നെ അടുത്ത 90 മുതൽ 80 വരെ ആകുമ്പോൾ എന്താണ്, ഓരോ പെർസെൻറ്റേജ് കുറയുമ്പോഴും ഇവൻ എത്ര കുറയും, 1.5 mmHg കുറയും. ഓക്കെ, അപ്പോൾ 80 ആകുമ്പോൾ എത്രയായി, 10 കുറഞ്ഞു. 10 ആകുമ്പോൾ 1-ന് 1.5 ആണ്, 10-ന് എത്രയായി, 15 mm ആയി അല്ലേ, HG കുറഞ്ഞു. ഏത്, PO2 കുറഞ്ഞു. അപ്പോൾ എത്രയായി, 60 വീണ്ടും 15 കുറച്ചാൽ എത്രയാണ്, 45 mmHg. പിന്നെ ഈ അതിലും 80-നും താഴെ കുറയുകയാണെങ്കിൽ ആ SpO2-ൻ്റെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് PO2 ലെവൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറെന്തോ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു കർവൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചുകൂടി. അപ്പോൾ ഇതാണ് എനിക്കൊന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള തന്ത്രം എന്ന് തോന്നുന്നു. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ ഷോ സാച്ചുറേഷൻ ലെവൽ ഓഫ് 80% ആണെങ്കിൽ എക്സ്പെക്റ്റഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കാണുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ 10 കുറയുമ്പോൾ 40 mmHg കുറഞ്ഞു, അപ്പോൾ എത്രയായി, 60 ആയി. പിന്നത്തെ അടുത്ത 10-ന് 1.5 mmHg ആണ് 1-ന് വെച്ച് കുറയ്ക്കണം. 10-ന് കുറക്കുമ്പോൾ 15 കുറക്കണം. ആ 60-ൽ നിന്നും 15 കുറക്കുമ്പോൾ ആൻസർ എത്ര വരിക, 45 mmHg. ഓക്കെ, അപ്പോൾ അതാണ് 45 mmHg ആണ് അതിൻ്റെ ആൻസർ. അടുത്തത്, വാട്ട് ഈസ് കോൾഡ് വിഡോ മേക്കിംഗ് ആർട്ടറി. വിഡോ മേക്കിംഗ് ആർട്ടറി എന്നറിയപ്പെടുന്ന ആർട്ടറി ബ്രാഞ്ച് ഏതാണ്, കൊറോണറി ആർട്ടറി ബ്രാഞ്ച് ആണ്. RC ആണോ, LC ആണോ, ലെഫ്റ്റ് ആൻറ്റിയർ ഡിസെൻഡിങ് ആർട്ടറി ആണോ, ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി ആണോ. അത് വിഡോ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾ പെട്ടെന്ന് തട്ടിപ്പോവും അല്ലേ, അപ്പോൾ ആൾ അവരുടെ ഭാര്യ വിധവയായി പോവും. അപ്പം അങ്ങനെ വിളിക്കപ്പെടുന്ന ആർട്ടറി ഏതാണ് എന്നാണ് ചോദ്യം അല്ലേ. മേജറായിട്ടുള്ള ബ്ലഡ് വെസലിൽ ബ്ലോക്ക് വന്നാൽ ഡെത്ത് പെട്ടെന്ന് സംഭവിക്കുന്നു. ഏതാണ് ആൻസർ, ഇതിൽ നമ്മുടെ ലെഫ്റ്റ് ആൻറ്റിയർ ഡിസെൻഡിങ് ബ്രാഞ്ച് ആണ്. ഏത്, ഇവനാണ് വിഡോ മേക്കർ ആർട്ടറി എന്നറിയപ്പെടുന്നത്. ഇതിൽ ഇതേയാൾ. കാരണം ഇവിടെ എങ്ങനെ ഒരു ഇത് മേജർ ആയിട്ടുള്ള ഹാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ടും പിന്നെ മേജർ ആയിട്ടുള്ള ഹാർട്ട് വാളിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് എന്ത്, കൊറോണറി ആർട്ടറി ബ്രാഞ്ചാണ് ലെഫ്റ്റ് ആൻറ്റിയർ ഡിസെൻഡിങ് ബ്രാഞ്ച് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ വിഡോ മേക്കർ ബ്രാഞ്ച് അല്ലെ ആർട്ടറി എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയാണ് ഏത്, വിഡോ മേക്കർ ആർട്ടറി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡ്രഗ് അഡ്വൈസ്ഡ് ഫോർ ചിക്കൻ പോക്സ്, വാൻകോമൈസിൻ, സെഫോടാക്സിൻ, സെഫസോളിൻ, അസൈക്ലോവിർ. വളരെ സിമ്പിളായ ചോദ്യമാണ് അല്ലേ. വൈറസിൻ്റെ ആൻറ്റിവൈറൽ ഡ്രഗ്സിൻ്റെ ഒക്കെ അവസാനം ഉണ്ടാവും വിർ. അപ്പോൾ അസൈക്ലോവിറാണ് എന്ത്, ചിക്കൻ പോക്സിന് കൊടുക്കുന്ന ടാബ്ലറ്റ്. വളരെ സിമ്പിളാണ്, ബാക്കി ആൻറ്റിബയോട്ടിക് ആണ്. അടുത്തത്, അയോർട്ടിക് റീഗർജിറ്റേഷൻ മേ കോസ് പൾസ് ഡെഫിസിറ്റ്, വാട്ടർ ഹാമർ പൾസ്, കൊറിഗൻസ് പൾസ്, ബോത്ത് B and C. അയോർട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അയോർട്ടിക് വാൽവിൻ്റെ ലീക്കേജ് ആണ് അല്ലേ. ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും ഫോഴ്സ്ഫുള്ളി നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് അയോർട്ട വഴിയാണ് നമ്മുടെ ബോഡിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ബാക്ക് ഫ്ലോ നോർമലായിട്ടില്ല, കാരണം വാൽവ് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. പക്ഷേ അയോർട്ടിക് വാൽവ് റീഗർജിറ്റേഷനിൽ എന്താണ്, ആ വാൽവിൻ്റെ ഇടയിലൂടെ ലീക്ക് ചെയ്ത് പിറകിലോട്ട് ബ്ലഡ് വരും. അതിൽ കാണുന്ന പൾസ് ഏതാണ് എന്നാണ് ചോദ്യം അല്ലേ. പൾസ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിക്കൽ ഹാർട്ട് ബീറ്റ് ആൻഡ് പെരിഫറൽ പൾസ്. അതാണ് പൾസ് ഡെഫിസിറ്റ്. നമ്മൾ അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിലൊരു ഹാർട്ട് ബീറ്റ് അടിക്കുന്നുണ്ട് അല്ലെ, ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ട്. അതും പെരിഫറൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പൾസ് നമ്മുടെ ഡിഫറൻസ് ആണ് എന്ത്, പൾസ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. വാട്ടർ ഹാമർ പൾസ് എന്താണ്, കൊറിഗൻസ് പൾസ് എന്താണ്, അത് രണ്ടും ഒന്നാണോ? അതെ, വാട്ടർ ഹാമർ പൾസ് ഈസ് ഓൾസോ നോൺ ആസ് കൊറിഗൻസ് പൾസ്, ഓൾസോ നോൺ ആസ് കൊളാപ്സിംഗ് പൾസ് അല്ലേ. ഓക്കെ, ഇതാണ് അയോർട്ടിക് സാധാരണ പോകുന്ന എന്താണ്, ഇവിടെ കണ്ടില്ലേ നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ വാൽവിന് ഓപ്പണിങ് വന്നു, അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പുറത്ത് വിടുന്ന ബ്ലഡ് തിരിച്ച് വരാറില്ല സാധാരണഗതിയിൽ. ഇതിൽ എന്ത് ചെയ്യുന്നു, പോയ വാൽവ് അപ്പം തന്നെ തിരിച്ചു വരുന്നു അല്ലേ. അപ്പോൾ എന്താ പറ്റുക, ഇത് ഹാർട്ട് നന്നായിട്ട് കൺട്രാക്ട് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഒരു ഫോഴ്സ്ഫുള്ളി അങ്ങ് പോകും അല്ലേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പൾസ് ഫീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ വാൽവിടെ അടിച്ച ഉടനെ വാൽവ് ഓപ്പൺ ആയി പോകും.
അപ്പോൾ ഈ ബ്ലഡ് ബാക്ക് ഫ്ലോ ആകുന്നു. നമ്മളൊരു വാട്ടർ ഹാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ, ഇവിടുന്ന് ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊരു മോട്ടറാണ്. ഇവിടുന്ന് പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലേ, പൈപ്പിലൂടെ ഇങ്ങനെ പോകുന്ന വെള്ളം. അപ്പം നമ്മളിവിടെ ഒരു നമ്മൾ എന്താണ്, ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ വെള്ളം ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. അപ്പം മെല്ലെ ഇവിടെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്ത് മോട്ടർ സ്റ്റാർട്ടായ ഉടനെ ഇവിടെ വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന മുമ്പ് തന്നെ ഈ മോട്ടർ ഇവിടുന്ന് ഓഫായി പോകും. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വാട്ടർ താഴോട്ട് വരുന്നൊരു പ്രഷറുള്ളൊരു താഴോട്ട് വരും. അപ്പം ഇങ്ങനെ ഒരു വാട്ടർ ഹാമർ പോലെ, എന്തൊരു ടോയ് ആയിരുന്നു ഗ്രീക്കിൽ. അതിലിങ്ങനെ വെള്ളം ഒരു സൈഡിലും വാക്വം മറ്റൊരു സൈഡിലും, അത് കഴിഞ്ഞിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ വാട്ടർ വന്ന് ഹാമർ പോലെ ആക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, അയോർട്ടിക് വാൽവ് റീഗജിറ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പമ്പിങ് നടന്ന ഉടനെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ലീക്കാവുന്ന കാരണം വീണ്ടും ഇത് ബാക്ക് ഫ്ലോ വരുന്നു അല്ലേ. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ കൊളാപ്സ് ചെയ്യുന്നു പൾസ്. ഓക്കെ, നോർമൽ പിക്ചർ എടുത്ത് കാണുന്നല്ലേ, നോർമൽ പൾസ് എങ്ങനെയാണ്, വാട്ടർ നോർമൽ പൾസ് ഇതിലൊരു ഇതില്ല, ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന മുമ്പ് തന്നെ ഇത് താഴ്ന്നു പോകുന്നു, കൊളാപ്സ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പൾസിനെയാണ് എന്ത്, കൊളാപ്സിങ് പൾസ് അല്ലെങ്കിൽ വാട്ടർ ഹാമർ പൾസ് അല്ലെങ്കിൽ കൊറിഗൻസ് പൾസ്. അപ്പോൾ ഇത് മൂന്നും ഒരേ ആളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? അതുകൊണ്ട് വാട്ടർ ഹാമർ പൾസും കൊറിഗൻസ് പൾസുമാണ് അയോർട്ടിക് റീഗജിറ്റേഷനിൽ കാണുന്ന പൾസ്. ആൻസർ ഈസ് ബോത്ത് ബി ആൻഡ് സി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കൺസിഡർഡ് ആസ് ഫോർത്ത് വൈറ്റൽ സൈൻ? BP, പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, സാച്ചുറേഷൻ. നമുക്കറിയാം എന്താണ് TPR, ആദ്യത്തെ മൂന്നെണ്ണം അല്ലേ, TPR, BP. ഇതാണ് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാലാമതായി വരുന്ന ഇതാണ് ബ്ലഡ് പ്രഷറാണ്. പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് പെയിൻ, അതൊക്കെ ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ പറയും. സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, നാലാമത്തെ വൈറ്റൽ സൈൻ ഏതായിരുന്നു? BP ആണ് ആൻസർ. സിമ്പിളാണ്. ഫ്ലാഗ് സൈൻ ഈസ് സീൻ ഇൻ, ഫ്ലാഗ് സൈൻ എന്ന് പറഞ്ഞതായിരുന്നു ഡയബറ്റിസ് മെലിറ്റസിലാണോ, മരാസ്മസിലാണോ, ക്വാഷിയർക്കറിലാണോ, ഡയബറ്റിക് കീറ്റോസിഡോസിസിലാണോ? ഫ്ലാഗ് സൈൻ എന്തായിരുന്നു? ഒരു പിഗ്മെന്റേഷൻ ചേഞ്ച് അല്ലെ, ഒരു ബാൻഡ് ഓഫ് പിഗ്മെന്റേഷൻ ചേഞ്ച് സീൻ ഇൻ ഹെയർ. അതാണ് എന്ത്, ആൾട്ടറേഷൻ പിഗ്മെന്റേഷൻ. അതാണ് എന്ത്, ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്. അതെവിടെയാണ് കാണുന്നത്? ക്വാഷിയോർക്കറിലാണ് കാണുന്നത്. അതിൻ്റെ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക, വെളുത്ത് കാണുന്നത് അല്ല, വരകൾ, ഒരു പിഗ്മെന്റേഷൻ ചേഞ്ചസ്, ഇത് ക്വാഷിയോർക്കറിലാണ് കാണുന്നത്. ഓക്കെ, ഫ്ലാഗ് സൈൻ ഈസ് സീൻ ഇൻ ക്വാഷിയോർക്കർ. ഫങ്ഷൻ ഓഫ് ബി ലിംഫോസൈറ്റ് ഈസ്, ബി ലിംഫോസൈറ്റ് എന്താണ്? പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, റിജക്ഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റഡ് ഓർഗൻസ്, റിമൂവൽ ഓഫ് ആന്റിജൻ. ഓക്കെ, നമുക്ക് എന്താണ് ബി ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ലിംഫോസൈറ്റ്സ് എന്താണ് WBC അല്ലേ, രണ്ട് ടൈപ്പിലുണ്ട്, ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡ് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് ടി ലിംഫോസൈറ്റ്. ബോൺ മാരോയിൽ വെച്ച് പ്രോസസ്സ് ചെയ്ത് വരുന്ന ആളാണ് ബി ലിംഫോസൈറ്റ് അല്ലേ. അപ്പോൾ ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടി ലിംഫോസൈറ്റ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ ആള്, ടി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡി മീഡിയേറ്റഡ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ബി എക്സ്ട്രാ ഹ്യൂമറസ് അല്ല, ബി സെൽസ് എപ്പോഴും എതിനാണ്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിലൂടെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അതിൻ്റെ മറ്റൊരു പേരാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഇതിൻ്റെ ആളാരാണ്? ബി സെൽസ് ആണ്. ടി സെൽസ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഒരു CD4, CD8 ഇതൊക്കെ എക്സാമ്പിളാണ് അത്തരം സെല്ലുകൾക്ക്. അതായത് സൈറ്റോടോക്സിക് ടി സെൽസ്, മെമ്മറി ടി സെൽസ്, ഹെൽപ്പർ ടി സെൽസ് എന്നൊക്കെ പറഞ്ഞ് സെല്ലുകളുണ്ട്. അത്തരം സെല്ലുകൾ വഴിയിലാണ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആളാണ് ടി ലിംഫോസൈറ്റ്. രണ്ടിൻ്റെയും പരിപാടി എന്താണ്? ഇമ്മ്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ ആളാണ് ആര്? ബി ലിംഫോസൈറ്റ്. ഓക്കെ, സോ ആൻസർ ഈസ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അടുത്ത ചോദ്യം, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഈസ് എ മെഷർ ഓഫ് ന്യൂറോളജിക്കൽ അസസ്മെന്റ്, ഇൻട്രാക്രൈനൽ പ്രഷർ, ഫ്ലൂയിഡ് വോളിയം, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. നമുക്കറിയാം ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എപ്പോഴും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ന്യൂറോളജിക്കൽ അസസ്മെന്റിനെയാണ്. നമ്മൾ എന്തിനായിരുന്നു നോക്കിയിരുന്നത്? ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ടു മെഷർ
ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതാണ്. അപ്പോൾ ആൻസർ ഏതായിരുന്നു? ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലേ? ചോദ്യം തെറ്റിപ്പോകരുത്. അതിലല്ല, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഐ ഓപ്പണിങ്, വെർബൽ റെസ്പോൺസ്, മോട്ടോർ റെസ്പോൺസ്. ഇതിനനുസരിച്ച് നമ്മൾ 4, 3, 2, 5, 4, 3, 2, 1, 6, 5, 4, 3, 2 ഇത് ഓർക്കുന്നു. സ്കോറുകൾ ഇങ്ങനെയാണ് അല്ലേ? സോ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണിത്, തെറ്റിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. 13ാമത്തെ ചോദ്യം, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സിവിയർ ഡീഹൈഡ്രേഷൻ അല്ലെ? സിവിയർ ഡീഹൈഡ്രേഷനിൽ എന്തൊക്കെയാണ് കാണുന്നത് കുട്ടികളിൽ? പ്രത്യേകിച്ച് സങ്കൺ ഫോണ്ടനല്ലയാണോ, ഓവർ ഈറ്റിംഗ് ആണോ, ബ്ലീഡിംഗ് ഫ്രം എനി ഓപ്പൺ ഓറിഫിസ് ആണോ, ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആണോ? ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട് അല്ല, കാരണം യൂറിൻ ഔട്ട്പുട്ട് കുറയും. ബ്ലീഡിംഗ് ഫ്രം എനി ഓപ്പൺ ഓറിഫിസ് ബ്ലീഡിങ്ങിന് കാരണമാവാം അല്ലേ? ഹെമറേജിന് ഡീഹൈഡ്രേഷന് കാരണമാവാം. ഓവർ ഈറ്റിംഗ് അല്ല. എന്താണ്? സങ്കൺ ഫോണ്ടനല്ലേസ് ബോൺ ജോയിൻ ചെയ്ത ഇതാണ് സങ്കൺ, കുഴിഞ്ഞ ഫോണ്ടനൽസ്. അപ്പോൾ ഇതാണ് എന്ത്? സിവിയർ ഡീഹൈഡ്രേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് സങ്കൺ ഫോണ്ടനൽ. പിന്നെന്താണ്? നമ്മൾ സ്കിൻ ഇലാസ്റ്റിസിറ്റിയും കൂടെ നോക്കും അല്ലേ? ആൻസർ ഈസ് സങ്കൺ ഫോണ്ടനല്ലേ. അടുത്തത്, നോർമൽ ലെങ്ത് ഓഫ് ന്യൂ ബോൺ. നോർമൽ ലെങ്ത് ഓഫ് ന്യൂ ബോൺ അറ്റ് ബർത്ത് ഏതാണ്? 20 to 25 centimeter, 40 to 50 centimeter, 70 to 80 centimeter, 78 to 85 centimeter. വളരെ സിമ്പിളാണ്. എന്താണ്? ആൻസർ ഈസ് ഏതായിരിക്കും? അറ്റ് ബർത്ത് എത്രയായിരുന്നു നമ്മുടെ സാധാരണ ഉണ്ടാവുക? 50 centimeter അല്ലേ? അറ്റ് ബർത്ത്. 1 വയസ്സാകുമ്പോൾ എത്ര ഉണ്ടാവും? 75 centimeter ആവും. അപ്പോൾ 3 മാസം, 6 മാസം, 9 മാസം ഒരു 60, 65, 70 വരെയാവും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 25 centimeter കൂടും അല്ലേ? ബർത്ത് എത്രയായിരുന്നു? 50 centimeter ആണ്. അപ്പോൾ 40 to 50 centimeter ആണ്. 2ാമത്തെ വർഷം 87.5 centimeter. അതായത് ഒരു 25ൻ്റെ ആദ്യത്തെ വർഷം 25 കൂടി, അതിൻ്റെ പകുതി 12.5 centimeter കൂടി. 3ാമത്തെ വർഷമാകുമ്പോൾ എത്ര വരും? ഒരു 94 centimeter. അതായത് 2 വർഷം കഴിയുമ്പോൾ, 2 വർഷത്തിന് ശേഷം എവറി മന്ത് എവറി ഇയർ 6 centimeter per every year. അങ്ങനെയാണ് ഹൈറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്താ അറിയേണ്ടത്? അറ്റ് ബർത്ത് 50 centimeter ആണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തായിരുന്നു? 40 to 50 centimeter ഉണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. എഫക്റ്റ് ഓഫ് വാസോഡയലേറ്റർ ഇൻക്ലൂഡ്സ് ഹൈപ്പോടെൻഷൻ, ഹൈപ്പർടെൻഷൻ, ഡയോറസിസ്, സ്വെറ്റിംഗ്. എന്താണ് വാസോഡയലേറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നു, വാസോഡയലേറ്റ്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുക? ബ്ലഡ് വെസൽ അല്ലേ? കൺസിഡർ ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആയിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? അത് വലുതാവും അല്ലേ? വാൾസ് എല്ലാം ഡയലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂടുതൽ ബ്ലഡ് അതിൽ പൂൾ ചെയ്യും അല്ലേ? നമ്മൾ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? അധികം വരും. അപ്പോൾ നമ്മൾ ഈ സ്പൈനൽ അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻറ്റ് നമ്മൾ സർജറി കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? കാലൊക്കെ പൊക്കി വെക്കും. കാരണം സ്പൈനൽ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ വാസോ ഡയലേഷൻ ഉണ്ടാവും. ബ്ലഡ് എന്ത് ചെയ്യും? താഴെത്തട്ടിൽ ഇങ്ങനെ പൂൾ ചെയ്ത് കിടക്കും. അപ്പോൾ പേഷ്യൻ്റ് എന്താവും? ഹൈപ്പോ ടെൻഷൻ. അതുകൊണ്ടാണ് നമ്മൾ കാല് പൊക്കി വെക്കുന്നത്. അപ്പോൾ വാസോ ഡയലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക? ബ്ലഡ് വെസലൊക്കെ ഡയലേറ്റ് ചെയ്ത് ഹൈപ്പോ ടെൻഷനാണ് അതിൻ്റെ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ്. അനസ്തേഷ്യയിലാകുമ്പോൾ സൈഡ് ഒരു പ്ലസ് എഫക്റ്റ് ആണ്. അപ്പോൾ വാസോ ഡയലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ എന്താ പറ്റുക? ഹൈപ്പോ ടെൻഷനാണ് വരിക. അപ്പോൾ എഫക്റ്റ് ഓഫ് വാസോ ഡയലേറ്റർ എന്ന് പറഞ്ഞതാണ് ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവുമോ? ഇല്ല. ഡയോറസിസ് ഉണ്ടാവില്ല, സ്വെറ്റിങ്ങും സാധ്യതയില്ല. അപ്പോൾ അതാണ് ഹൈപ്പോ ടെൻഷനാണ് മെയിനായിട്ടുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ
അതുവരെ നിങ്ങൾ നന്നായി പഠിക്കുന്നു വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്